ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ഒരു കുക്കറിലേക്ക് കുറച്ച് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് ബീഫ് പീസസാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്തിന് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞത്, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളകും ഒരു സവാളയും കൂടി ചെറുതായി അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് പീസസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളം തന്നെ കുറച്ചുകൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്, മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി. ഇനി ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ. ഇപ്പോൾ 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് കോൺഫ്ലോർ എന്നുള്ള അളവിൽ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറേശ്ശെ വെള്ളവും കൂടി ചേർത്ത് നല്ല തിക്കായിട്ടുള്ളൊരു ഡൗ തയ്യാറാക്കാം. ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ല പാകത്തിന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം കുറച്ച് നേരം വരെ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ അതുവരെ ഇത് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡൗ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഓരോ ബോൾസാക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുക. ഈ ഒരു പാകത്തിന് ബോൾസ് തയ്യാറാക്കിയെടുക്കുക. ഇനി ബാക്കിയുള്ളതും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ബോൾസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. നിങ്ങൾക്ക് പ്രസ്സില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി പരത്തുന്നത് പോലെയാണെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. പ്രസ്സിലാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. പിന്നെ പ്രസ്സിൽ വെച്ച് ഓരോ ബോൾസ് വീതം ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഇതിലൊന്നൊരു എണ്ണ തടവിയതിന് ശേഷം വേണം പ്രസ് ചെയ്യാനായിട്ട്. ഇതിലോരോ ബോൾസ് വീതം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് നടുവിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
അപ്പോൾ വെക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് സൈഡിലൊന്ന് മടക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം വെക്കാനായിട്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് മടക്കിയെടുക്കുക. എന്നിട്ടൊരു ഫോർക്ക് കൊണ്ട് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മസാല സ്റ്റഫിംഗ് ഒന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമുക്കിത് ഓരോന്നിട്ട് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുത്ത് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നൊരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇനി നമുക്ക് അടുത്ത സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന സ്നാക്ക് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.